ഇതാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. ഈ ഒരു പുഴുവിനെ ഈ വീഡിയോയിൽ ഉടനീളം അല്ല ഇടയ്ക്കിടെ ഞാൻ കാണിക്കുന്നുണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിരുന്നില്ലേ, നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള ചെറിയ ജീവികളെയും ഇതിനൊക്കെ വീഡിയോയും ഫോട്ടോ എടുത്ത് നടക്കലാണെന്ന്. അങ്ങനെ കിട്ടിയ ഒരു പുഴുവാണിത്. പക്ഷേ ഈ പുഴുവിനെ ഞാൻ അങ്ങോട്ട് അന്വേഷിച്ച് ചെന്നതല്ല, ഇവൻ എന്നെ ഇങ്ങോട്ട് അന്വേഷിച്ച് വന്നത്. ഇവനല്ല, ഇവരുണ്ടായിരുന്നു. അങ്ങനെ 2 പേരുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുഴിയൊക്കെ എടുക്കുകയായിരുന്നു ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ബംഗാളി പണി അതുതന്നെയായിരുന്നു ഇവിടെ നാട്ടിൽ വന്നിട്ട് എനിക്ക് ഉണ്ടായിരുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞ് ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നില്ല. പട്ടിപ്പണി എന്ന് പറഞ്ഞാൽ ഫുള്ള് പട്ടിപ്പണിയായിരുന്നു ഞാനിവിടെ എടുത്തുകൊണ്ടിരുന്നത്. സുഖിച്ച് ജീവിക്കാൻ വേണ്ടി വന്ന ഞാനായിരുന്നു. പിന്നെ ബംഗാളികൾക്ക് നമ്മൾ വൈകുന്നേരം 4 മണി ആയിക്കഴിഞ്ഞാൽ ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കുന്ന പോലെ എനിക്ക് റസ്ക് കിട്ടി. അയ്യോ, ആ റസ്ക് തങ്ങിയാണെങ്കിൽ ചായയിൽ വീഴുകയും ചെയ്തു. ഇല്ല എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പിന്നെ അതെടുത്ത് കഴിച്ചു. എൻ്റെ പണി എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇനി അല്ലുവിൻ്റെ പണി എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? വെയിറ്റ് ആൻഡ് സീ. ഈ പൊട്ടൻ എന്താ ചെയ്യുന്നതെന്നറിയോ? അവിടെ ചെറിയൊരു ചാലുണ്ട്. ഈ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഓൻ ആ ചാല് കൊണ്ടുപോയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഓനെ പുഴ ഉണ്ടാക്കാൻ പോവാം. പുഴ വെള്ളം പറഞ്ഞ് മൊത്തം തീർക്കോ? നിർത്തിക്കോ മര്യാദക്കാടുന്ന്. പുഴുവിനെ കാണാൻ നല്ല ഭംഗിയില്ലേ? ഇതൊരു ശലഭ പുഴു ആവാനാണ് ചാൻസ്. ബംഗാളി പണീൻ്റെ ഇടയിൽ ഇത് കണ്ടു. എനിക്ക് ആരിഫ് കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് എന്നിട്ട് പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റാണ്. ഡയമണ്ടിൻ്റെ ഒരു ബ്രേസ്ലെറ്റ്. അതൊക്കെ മണ്ണൊക്കെ പരങ്ങി ആകെ നാശകോശമായി. ഈ ചെടികളൊക്കെ ഞാൻ എൻ്റെ ഉമ്മാമ്മൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോയപ്പം അവിടുന്ന് ഉമ്മാമ്മൻ്റെ അനിയത്തിൻ്റെ മക്കളുടെ അടുത്ത് നിന്നൊക്കെ ഞാൻ പൊക്കിയ ചെടികളാണ്. പിന്നെ ഞാൻ യു എന്ന് വരുമ്പോൾ കുറച്ച് ചെടിച്ചട്ടികൾ കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ പുഴുക്കൾ 2 എൻ്റെ ചെടികളുടെ ഇലകളൊക്കെ തിന്ന് നശിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് പ്യൂപ്പയായി ശലഭമായി പറക്കുന്നത് കാണാൻ വേണ്ടിയിട്ടുള്ള കൊതി കൊണ്ടാണ് ഞാൻ അതിനെ വളർത്തുന്നുണ്ടായിരുന്നത്. അത് പല തവണ അവിടുന്ന് പോയിട്ടും ഞാനതിനെ പിടിച്ച് കൊണ്ടുവന്നിട്ട് അതിൽ തന്നെ ഇടുകയായിരുന്നു. അപ്പോൾ എല്ലാവരും പറയണേ എനിക്ക് വട്ടാണ്. പക്ഷെ ഇതൊക്കെ കാണാനുള്ള ഒരാഗ്രഹം അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ. ഞാനങ്ങനെ എൻ്റെ ചെടികളൊക്കെ നട്ട് നനച്ച് അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പുഴുവിൻ്റെ കളർ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയില്ലേ? അപ്പോൾ ഇത് വിരിഞ്ഞിറങ്ങുന്ന ശലഭത്തിന് എത്രമാത്രം ഭംഗി ഉണ്ടാവുമെന്നാണ് ഞാൻ ആലോചിച്ചത്. നിങ്ങൾ കണ്ടില്ലേ ഈ ശലഭം ഞാൻ നട്ട് നനച്ച് വളർത്തിയ ചെടികളുടെ ഇലകളൊക്കെ കം എന്ന് പറഞ്ഞിട്ട് തിന്നത്. ഇതിൻ്റെ അടുത്ത് പോയി നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു സൗണ്ട് തന്നെയായിരിക്കും ശരിക്കും കേൾക്കുന്നുണ്ടാവുക അല്ലേ? ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ചിലരെങ്കിലും എന്നെ പോലെ ഈ ഒരു പുഴു പ്യൂപ്പയായി അതിനുള്ളിൽ സന്യസിച്ച് അത് ബട്ടർഫ്ലൈ ആയി പറന്ന് പോകുന്നതും കാത്തിരിക്കുകയായിരിക്കും അല്ലേ? പക്ഷേ നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ പുഴു എന്നെ കാണാതെ കണ്ണ് വെട്ടിച്ച് പലതവണ മുങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മുങ്ങി പോകുന്നതിനിടയിൽ എനിക്ക് ഈ പുഴുവിനെ നഷ്ടമായിടാ. അതുകൊണ്ട് തന്നെ ഇത് പ്യൂപ്പ ആവുന്നതോ ബട്ടർഫ്ലൈ ആയി പറന്നു പോകുന്നതോ ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. ഈ പുഴു പോകുന്നതോടെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചെടികളൊക്കെ ഇനിയും ഒരുപാട് ചെടികൾ നടാനുണ്ടായിരുന്നു. ഞാൻ പിന്നെ ആ പണിയിലൊക്കെ ആയി. ഇപ്പോഴും ആ പുഴു അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഈ പുഴു പോയതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഗൂഗിളിൽ തപ്പിയപ്പം ഇതൊരു ഗ്രീനും ബ്ലാക്കൊക്കെ ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈൻ്റെ പുഴുവാണെന്നാണ് അറിയാൻ വേണ്ടി പറ്റിയത്. ഈ പുഴുവിനെ നമുക്ക് വേണമെങ്കിൽ വാങ്ങാനും പറ്റുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ ഈ പുഴുവിനെ വാങ്ങി വളർത്തിയിട്ട് വീഡിയോ എടുത്തിരുന്നതായിരിക്കും. ബൈ.